ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ തേർഡ് മൊഡ്യൂൾ, അതായത് ഹാർമോണിക് ഓസിലേറ്റർ. ഹാർമോണിക് ഓസിലേറ്ററിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് മോഷനാണ്. പീരിയോഡിക് മോഷൻ എന്താണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇഫ് എ പാർട്ടിക്കിൾ മൂവ് സച്ച് ദാറ്റ് it retraces its path regularly after equal intervals of time, its motion is said to be periodic. അതായത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിനെയാണ് അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പീരിയഡിലും അതിൻ്റെ മോഷൻ എന്തായിരിക്കും? റിപ്പീറ്റിംഗ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് ബീറ്റിംഗ് ഓഫ് ദ ഹാർട്ട്, ബ്രീത്തിങ് ബൈ അവർ ലങ്സ്, മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ആറ്റംസ്, മൂവ്മെൻറ്റ് ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈവൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പീരിയോഡിക് മോഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പീരിയോഡിക് മോഷനിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് സൈൻ ഓർ കൊസൈൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ അല്ലെങ്കിൽ കോസ് ഫങ്ഷൻസ് നമ്മൾ നോർമലി ഹാർമോണിക് ഫങ്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് മോഷനെ നമ്മൾ എന്തുകൂടെ വിളിക്കും? ഹാർമോണിക് ഫങ്ഷൻസ് എന്നൂടെ വിളിക്കും. ഈ പീരിയോഡിക് മോഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. ഒരു സെയിം പാത്തിലൂടെ തന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഓസിലേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓസിലേഷൻസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ സിമ്പിൾ പെൻഡിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ സിമ്പിൾ പെൻഡുലത്തിൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് പെൻഡുലം ഏതാണെങ്കിലും ആ പെൻഡുലത്തിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ അതൊരു ഓസിലേഷനാണ്. അല്ലെങ്കിൽ ട്യൂണിങ് ഫോർക്കിൻ്റെ വൈബ്രേഷൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എക്സ്പെരിമെൻറ്റിൽ. അത് ഇതുപോലെ തന്നെ സെയിം പാത്തിലൂടെയുള്ള ഒരു ബാക്ക് ആൻഡ് ഫ്രോത്ത് മോഷനാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഓസിലേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ക്യാൻ കൺസിഡർ എ മാസ് ഓഫ് എം വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു വൺ എൻഡ് ഓഫ് എ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ. അതായത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കെ ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മാസ് എം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൂസ് അതർ എൻഡ് ഈസ് ഫിക്സ്ഡ് ഓൺ എ വെർട്ടിക്കൽ വാൾ. അതർ എൻഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ് ദ മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് സർഫേസ് അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്. If the mass is slightly pulled and released, it will execute to and fro motion in x direction. ഈ മാസ് ഇക്വിലിബ്രിയം പോയിന്റിൽ ആണുള്ളത്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണെങ്കിൽ, എ പുൾ ഒരു പുഷ്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണെങ്കിൽ ആ മാസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്യുകയാണ്, മറ്റേ എൻഡിലാണ് നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ് ഡയറക്ഷനിലാണ് അതിൻ്റെ മോഷൻ ഉണ്ടാവുക. സച്ച് മോഷൻസ് ആർ നോൺ ആസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് ഇൻ വൺ ഡയമെൻഷൻ. ഇതാണ് വൺ ഡയമെൻഷനിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഓസിലേറ്ററി മോഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റിൽ നിന്നാണ് ആ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ഒരു പാർട്ടിക്കിളിന് അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ്, ദർ ഈസ് എ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി which tries to bring back the body to the equilibrium position. ആ ഒരു ബോഡിയെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിലൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ അതിന് പുൾ ചെയ്യുന്ന സമയത്ത് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ പ്രൊപ്പോർഷണലായിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം. എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ if it vibrates periodically
on either side of a fixed point in such a way that at any instant the restoring force acting on it is proportional to its displacement from the fixed point and is always directed towards the fixed point. ഒരു പാർട്ടിക്കിൾ പീരിയോഡിക്കലി വൈബ്രേറ്റ് ചെയ്യാണ് ഒരു ഫിക്സഡ് പോയിന്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഏതെങ്കിലും ഒരു ടൈമിൽ അതിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ്, നമ്മളൊരു ടൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ അതിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. അത് ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. And a system executing SHM is known as simple harmonic oscillator. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. കാര്യം നമുക്ക് ഇക്വേഷനായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈസ് പ്രൊപ്പോർഷണൽ ടു -x. ദാറ്റ് ഈസ് x ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഫോഴ്സിനെ നമുക്ക് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് m ഇൻറ്റു d square x by dt square എന്ന് എഴുതാം. Therefore m into d square x by dt square is proportional to -x, or m into d square x by dt square equal to -kx, where k is the proportionality constant and it is the force constant. And d square x by dt square is equal to -k by m into x, or minus omega 0 square into x, where omega 0 square is equal to k by m, or omega 0 is equal to root of k by m, and it is known as the angular frequency of the motion. And we will get equation as d square x by dt square plus omega 0 square x is equal to 0. And this equation is known as the differential equation of motion for a simple harmonic oscillator. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ബി സൈൻ ഒമേഗ 0t പ്ലസ് സി കോസ് ഒമേഗ 0t ആണ്. ഇതിൽ ബി ആൻഡ് സി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പം അതിന് ഒരു ഇക്വേഷനും അതിനൊരു സൊല്യൂഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ്റെ ഫോം ആയിരിക്കും, പക്ഷെ ഡിഫറെൻറ്റ് ഫോമിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ദ ഇക്വേഷൻ 2 ഇൻ അനദർ സ്റ്റാൻഡേർഡ് ഫോം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ബി ഈസ് ഈക്വൽ ടു -a sin phi എന്നും സി ഈസ് ഈക്വൽ ടു a cos phi എന്നും കൺസിഡർ ചെയ്യാം. ആൻഡ് the solution of the differential equation of harmonic oscillator will be x is equal to -a sin phi sin omega 0t plus a cos phi cos omega 0t, or it will be a cos phi cos omega 0t minus a sin phi sin omega 0t. ഇതിന് a നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ a ഇൻറ്റു കോസ് ഫൈ കോസ് ഒമേഗ 0t മൈനസ് സൈൻ ഫൈ സൈൻ ഒമേഗ 0t എന്ന് കിട്ടും. ഇത് എന്ന് പറയുന്നത് കോസ് എ പ്ലസ് ബിൻ്റെ എക്സ്പാൻഷനാണ്. ദാറ്റ് ഈസ് കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അത് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ എ ഇൻറ്റു കോസ് ഒമേഗ 0t പ്ലസ് ഫൈ എന്നെഴുതാൻ പറ്റും. ഇതിൽ എ എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഷനാണ്. ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആംഗിൾ, എപ്പക്, ഫേസ് കോൺസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻസ് 3 and 4, അതായത് ബിയുടെയും സിയുടെയും ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ 5 എന്ന് കിട്ടും. എ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 5 1 ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ സ്ക്വയർ. ഇതിൽ നിന്നും എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും. ഇനി 5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ 3നെ ഇക്വേഷൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
that is b by c is equal to minus sin phi by cos phi എന്ന് കിട്ടും. sin phi by cos phi tan phi ആണ്. therefore tan phi equal to minus b by c and phi is equal to tan inverse of minus b by c. നമ്മളിവിടെ ഡിറൈവ് ചെയ്ത ഈ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് ഫൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷനാണ്. അതായത് എം മാസുള്ള ഒരു പാർട്ടിക്കിളിന് ടി ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് ഫൈ എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് maximum amplitude of the solution ആണ്. omega 0 is the angular frequency and which is given by root of k by m and phi is known as initial phase angle or epoch or phase constant. ഈ phi ആണ് ആ ഒരു പാർട്ടിക്കിളിൻ്റെ ടൈം t ഈക്വൽ ടു 0 ആവുന്ന സമയത്തുള്ള പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ പാർട്ടിക്കിളിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് which is the time required to execute one complete oscillation. അതായത് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അതിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ ടി വിച്ച് ഈസ് ഗിവൺ ബൈ 2π by omega 0. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ വാല്യൂ ഓഫ് ഫേസ് കോൺസ്റ്റൻറ്റ് ബൈ ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π, അതായത് നമുക്ക് ഫൈനെ എങ്ങനെ എഴുതാം, 2nπ പ്ലസ് ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. therefore x will be equal to x is equal to a cos omega 0t plus ഫൈക്ക് പകരം 5 plus 2nπ എന്ന് വരും. അവിടെ എന്നിന് നമുക്ക് 0 1 2 3 എക്സെട്ര ടു n വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കോസ് തീറ്റ എന്ന് പറയുന്നത് -1 to +1 ആണ് വാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ കോസ് ഒമേഗ 0t പ്ലസ് 5 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ -1 മുതൽ +1 വരെ ആയിരിക്കും വാല്യൂ ചെയ്യാം. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കോസ് ഒമേഗ 0tന്റെ വാല്യൂ -1 മുതൽ +1 വരെ വാരി ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും -a മുതൽ +a വരെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് a എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഒരു സൈഡിൽ വരുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് -aയും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ +aയും ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ ടിക്ക് പകരം t പ്ലസ് 2π by omega 0 എന്ന് കൊടുക്കുക. അതായത് നമ്മുടെ ടൈം പീരീഡ് ആണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ 2π by omega 0 ടൈം കഴിഞ്ഞ ശേഷമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ടി ഈക്വൽ ടു ടി പ്ലസ് 2π by omega 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ഇൻറ്റു ടി പ്ലസ് 2π by omega 0 പ്ലസ് 50 എന്നാണ് കിട്ടും. ഇത് നമുക്ക് എ കോസ് ഒമേഗ 0t പ്ലസ് 2π, ഈ ഒമേഗ 0 ക്യാൻസൽ ആവും, പിന്നെ അവിടെ 2π മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ് 50 എന്ന് വരും. എ കോസ് ഒമേഗ 0t പ്ലസ് 2π പ്ലസ് 5 എന്ന് പറയുന്നത് എ കോസ് ഒമേഗ 0t പ്ലസ് 5 തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു 2π by omega 0 എന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞാലും ആ ഒരു ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് 2π by omega 0 എന്ന ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ മോഷൻ ഈസ് പീരിയോഡിക്. അതുകൊണ്ടാണ് ഇവിടെ 2π by omega 0 നമ്മൾ അതിൻ്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. നമുക്ക് omega 0ന്റെ വാല്യൂ √k/m ആണ്. അത് നമ്മൾ ടൈം പീരിയഡിൻ്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് t is equal to 2π by √k/m എന്ന് കിട്ടും, ഓർ 2π into √m/k. ഇനി ഈ ഒരു ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്പർ ഓഫ് കംപ്ലീറ്റ് വൈബ്രേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഓസിലേഷൻസിൻ്റെ അല്ലെങ്കിൽ വൈബ്രേഷൻസിൻ്റെ നമ്പറിനെയാണ് നമ്മളതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയാം. ആൻഡ് വി നോ ദാറ്റ് ഫ്രീക്വൻസി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ്. ദെർഫോർ ന്യൂ ഈസ് ഈക്വൽ ടു 1/t എന്ന് കിട്ടും. 1/t എന്ന് പറയുമ്പം എന്തായിട്ട് മാറും, 2π by omega 0 എന്ന് പറയും, omega 0/2π ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് 1/2π ഇൻറ്റു √k/m. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ നമുക്ക് വേരിയസ് വേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇത്. അതായത് ഏതൊക്കെ രീതിയിൽ, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് 5 ആയിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t മൈനസ് 5 ആയിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ 0t പ്ലസ് 5 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ 0t മൈനസ് 5.
ഈ എല്ലാ ഫോമിലും നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.